വിദ്യാർത്ഥികൾക്കുള്ള മെമന്റോ ബഹുമാന്യനായ DYSP നൽകുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അതിനുവേണ്ടി വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ്. സനുഷ, തീർത്തായും അനന്യ, അർച്ചന സന്തോഷ്, അർച്ചന സന്തോഷ്, ഹിമ, അഭിരാമി, നിയ കൃഷ്ണ, കാർത്തിക, ആര്യ, അനന്യ. തിരുവാതിരക്കളിയിൽ സ്കൂളിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച സനുഷ, തീർത്ത, അനന്യ, അർച്ചന സന്തോഷ്, ഹിമ, അഭിരാമി, നിയ കൃഷ്ണ, കാർത്തിക, ആര്യ, അനന്യ തുടങ്ങിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നേരത്തെ പറഞ്ഞ ഫെറാഷ മാത്രമാണ് ഇവിടെ ഉള്ളത്. പദ്യം ചൊല്ലിൽ എ ഗ്രേഡോടുകൂടി മുന്നിലെത്തിയ വൈഗയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെത്തി നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനകരമായ SPC ഔപചാരികമായ ഉദ്ഘാടനം ചെയ്ത DYSPക്ക് ഈ വിദ്യാലയത്തിന്റെ സ്നേഹോപഹാരം ബഹുമാന്യനായ മാനേജ്മെന്റ് സെക്രട്ടറി ശ്രീ ഖാലിദ് മാസ്റ്റർ അദ്ദേഹത്തിന് കൈമാറുന്നു. സർ പ്ലീസ് ഇരുവരെയും പേരിലേക്ക് ക്ഷണിക്കണം. നമ്മുടെ SPCക്ക് നമ്മുടെ വിദ്യാലയത്തിന്റെ ഡിസിപ്ലിനും ഒക്കെ എല്ലാ തരത്തിലും നമ്മോട് പിന്തുണക്കുന്ന ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കാളികാവിന് സ്ഥാപനത്തിന്റെ സ്നേഹോപഹാരം ബഹുമാന്യനായ പ്രിൻസിപ്പൽ നൽകുന്നു. സർ അനുദാസ് സാറിനെയും പ്രിൻസിപ്പളെയും ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SI അലവി സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് VPA നാസർ, ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രിയങ്കരനായിട്ടുള്ള എബ്രാം സാർ, ബഹുമാനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിറ മാഡം, അതുപോലെ ആരാധ്യനായിട്ടുള്ള അലിത് മാഷ്, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയധികം സന്തോഷമുണ്ട്. ഈ SPC കാഡറ്റ് പദ്ധതി ഇതെന്നോ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നോ തുടങ്ങേണ്ടതായിരുന്നു ഈ അടക്കാക്കുണ്ട് പോലെയുള്ള സ്കൂളിൽ, ക്രസൻറ്റ് സ്കൂളിൽ. എന്തായാലും ഇപ്പോൾ അതിനൊരു ഭാഗ്യം ലഭ്യമായിട്ടുണ്ട്. ഞാനിതിലെ ഈ സ്കൂളിൻ്റെ PTA വൈസ് പ്രസിഡൻ്റായൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുകയും എനിക്ക് തോന്നുന്നു ആ കാലം മുതൽ എൻ്റെ പേപ്പർ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ 2010 ഈ SPC കാഡറ്റ് സംവിധാനം കേരളത്തിൽ തുടങ്ങിയപ്പോൾ പോലീസ് സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അഭിമാനമുണ്ട്. ഇതിൽ രണ്ട് മൂന്ന് പേരുകൾ പ്രത്യേകമായിട്ട് ഈ SPCയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്നും സ്മരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇത് തുടങ്ങിയ കാലത്തുള്ള അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായിട്ടുള്ള ശ്രീ VS അച്യുതാനന്ദൻ സാർ അവർക്ക്. അതോടൊപ്പം തന്നെ പോലീസ് എന്നും ആരാധനയോടെ സ്മരിക്കുന്ന മറ്റൊരു പേരാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പോലീസ് സംഘടനയുടെ ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കേരളത്തിലെ കുട്ടികൾക്കിടയിൽ തുടങ്ങുക എന്നുള്ളത്. ഞങ്ങളൊരു സംസ്ഥാന കമ്മിറ്റി മീറ്റിങ്ങിൽ ഇത്തരമൊരു ആവശ്യം, ഒരു ആശയം രൂപപ്പെടുകയും ഈ ആശയം അന്ന് നമ്മുടെ DGP അടക്കമുള്ള ആളുകളോട് നമ്മുടെ മീറ്റിങ്ങിൽ ആവശ്യപ്പെടുകയും അത് സർക്കാരിലേക്ക് പോവുകയും അതോടൊപ്പം തന്നെ പോലീസ് സംഘടന നേരിട്ട് തന്നെ ഇത്തരത്തിലൊരു ആവശ്യം
അന്നത്തെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കും നൽകുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു വലിയ പ്രൊജക്റ്റ് ഇന്ന് രൂപം കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, പോലീസിന്റെ നേരത്തെ സായു സാറ് പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നാണ് ടു സെർവ് ആൻഡ് ടു പ്രൊട്ടക്ട്. ജനങ്ങളെ സേവിക്കുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തവരാണ് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ. ആ ദൗത്യത്തിൻ്റെ ഒരു ഭാഗമാവാൻ സ്വാഭാവികമായിട്ട് നമ്മളെ കുട്ടികൾ കൂടി അവസരം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പ്രൊജക്റ്റിലൂടെ ലഭ്യമായിട്ട്. അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട DYSP സാറും അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടർ അനുദാസ് സാറൊക്കെ ഇവിടെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടുകയും അതിൻ്റെ ഒരു കൂടി ഡ്യൂട്ടിയാണ്. ഇവിടെ SPC പ്രൊജക്റ്റ് എങ്ങനെ നടക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്.